നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കി കേരളം. കടുത്ത വേനൽ അനുഭവിക്കുന്ന കേരളത്തിൽ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന വേനൽ മഴ ജനതയ്ക്ക് ഏറെ ആശ്വാസമാണ്. എന്നാൽ ഇതിനകം തന്നെ തിരഞ്ഞെടുപ്പ് ചൂടിലുള്ള നിലമ്പൂരിലെ സ്ഥിതിഗതികൾ വ്യത്യസ്തവുമാണ്. ഇത് വരും ദിവസങ്ങളിൽ കടുക്കാനാണ് സാധ്യത. 4755 കന്നി വോട്ടർമാർ ഉൾപ്പെടെ 2,28,000-ലേറെ സമ്മതിദായകരെ ഉൾപ്പെടുത്തിയുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ചുവടെ നിലമ്പൂരിൽ രാഷ്ട്രീയ ചൂട് അനുനിമിഷം കൂടി വരികയാണ്. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് കരട് വോട്ടർ പട്ടികയ്ക്കെതിരെ ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ. മെയ് 5-ന് ശേഷം മാത്രമേ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അതിനെ തുടർന്ന് മെയ് 10-നും 15-നും ഇടയിൽ മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ നിർണായകമായ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ഇങ്ങനെ ഇരിക്കെ കേരളത്തിലെ പ്രബല മുന്നണികളായ UDF, LDF ഇതിനോടകം തന്നെ എന്തു വില കൊടുത്തും നിലമ്പൂരിൽ ജയിക്കണമെന്ന വീറും വാശിയോടും കൂടി പ്രവർത്തനത്തിൽ സജ്ജമായിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് 2016-ലും 2021-ലും LDF സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച് PV അൻവറിന്റെ അപ്രതീക്ഷിത രാജിയാണ്. ഇത് നിലമ്പൂരിനെ കേരളത്തിനെയും മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂളയിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ LDFന് ഏതു വിധേനയും മണ്ഡലം നിലനിർത്തണമെന്നുള്ള ദൗത്യം മുന്നിലുള്ളപ്പോൾ തന്നെ UDF ഒരു കാരണവശാലും തങ്ങളുടെ പ്രതിയോഗിയെ മൂന്നാമതൊരു വിജയത്തിന് അനുവദിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയിലുമാണ്. അൻവറിന് നിരുപാധിക പിന്തുണ ഉള്ളതിനാൽ ഇന്നത്തെ നിലയിൽ UDFനാണ് നിലമ്പൂരിൽ വ്യക്തമായ മുൻതൂക്കം. മുൻ മന്ത്രിയും വണ്ടൂർ MLAയുമായ AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ UDF മുന്നോട്ട് പോകുമ്പോൾ LDF ആകട്ടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനെയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ നിയോഗിച്ചിട്ടുള്ളത്. UDFന് നിലമ്പൂരിൽ മുൻതൂക്കം നൽകുന്ന ഘടകങ്ങൾ നിരവധിയാണ്. അവയിൽ പ്രാധാന്യമേറുന്നത് കഴിഞ്ഞ കുറെ കാലങ്ങളായി അവിടുത്തെ ജനത അനുഭവിച്ചു വരുന്ന വന്യമൃഗ ആക്രമണം ആണ്. ഇതിനെ തടയുവാനുള്ള സർക്കാരിൻ്റെ പ്രത്യേകിച്ചും വനം വകുപ്പിൻ്റെ നിഷ്ക്രിയത വലിയ തോതിൽ തന്നെ അവിടുത്തെ വോട്ടർമാരെ LDFൽ നിന്നും അകറ്റി നിർത്തിയിട്ടുണ്ട്. മറ്റൊരു പ്ലസ് പോയിന്റ് UDFനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കന്നി അംഗത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂരിൽ നേടിയ ഒരു വൻ ലീഡാണ്. ഇതിനോടൊപ്പം തന്നെയാണ് അൻവറിൻ്റെ പിന്തുണ UDFന് അനുകൂലമാവുന്നത്. LDF ഇപ്പോഴും ഒരു മികച്ച സ്ഥാനാർത്ഥിക്കായി തിരയുമ്പോൾ തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യത കൂടിയുള്ള ഒരു സാധ്യത പട്ടിക ഇപ്പോഴേ കയ്യിലുണ്ട്. DCC പ്രസിഡന്റ് VS ജോയി, 2016-ൽ അൻവറിനോട് തോറ്റ് പരാജയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത്, സംസ്ഥാന വനിതാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അലിപ്പറ്റ ജമീല എന്നിവർ ഉൾപ്പെടുന്നതാണ് ആ സാധ്യതാ പട്ടിക എന്ന് പറയുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അനുകൂല ഘടകം പിണറായി സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരമാണ്. മറുവശത്ത് LDF കലക്കവെള്ളത്തിൽ എങ്ങനെ മീൻ പിടിക്കാം എന്ന പരീക്ഷണത്തിലുമാണ്. പാലക്കാട് ഈ വർഷം ആദ്യം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആവിഷ്കരിച്ച പരാജയപ്പെട്ട അതേ തന്ത്രത്തിലാണ് CPM ഇപ്പോഴും ഊന്നൽ നൽകുന്നത്. ഇതുതന്നെയാണ് ഇന്ന് ജില്ലാ സെക്രട്ടറിയായ VP അനിലിൻ്റെ പ്രതികരണത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനിലും കൂട്ടരും ഉന്നം വയ്ക്കുന്നത് മറ്റാരെയുമല്ല, മറിച്ച് ദീർഘകാലം നിലമ്പൂരിനെ അസംബ്ലിയെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് ആണ്. ഷൗക്കത്ത് ഇതിനോടകം പലപ്പോഴായി അത്തരം ഒരു നീക്കം നിഷേധിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിന് ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ ടെലിവിഷൻ ചാനലും ഇടതുപക്ഷ അനുകൂല സൈബർ സംഘങ്ങളുമാണ്. ഇതിൽ തന്നെ LDFനുള്ള ആത്മവിശ്വാസക്കുറവ് തുറന്നു കാട്ടുന്നുണ്ട്. അവസാനമായി നിലമ്പൂരിൻ്റെ ഓരോ വോട്ടും നിശ്ചിത തീയതിയിൽ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യാൻ വെമ്പൽ കൊള്ളുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ആരൊക്കെയാണ് വിജയം കൈവരിച്ചത് എന്ന് ഒന്ന് നോക്കിക്കാണാം. 1965-ൽ CPMൻ്റെ K കുഞ്ഞാലിയാണ് ആര്യാടൻ മുഹമ്മദിന് എതിരെ വിജയിച്ച് കയറിയത്. 1967-ൽ ഇരുവരും വീണ്ടും ഏറ്റുമുട്ടിയപ്പോൾ K കുഞ്ഞാലി തന്നെയാണ് നിയമസഭയിൽ എത്തിയത്. 1970-ൽ K കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂരിൽ പിന്നീട് കോൺഗ്രസിൻ്റെ മന്ത്രിയായ MP ഗംഗാധരനാണ് CPMൻ്റെ VP അബൂബക്കറിനെതിരെ വിജയിച്ച് കയറിയത്. 1977-ലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആര്യാടൻ മുഹമ്മദിനെ വീണ്ടും കളത്തിലിറക്കി. CPMൻ്റെ K സെയ്തലിക്കെതിരെ വിജയിച്ചു. 1980-ലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് U സ്ഥാനാർത്ഥിയായി C ഹരിദാസാണ് ഇവിടെ നിന്ന് വിജയിച്ചത്. 1982-ൽ ആര്യാടൻ മുഹമ്മദ് TK ഹംസയോട് വീണ്ടും പരാജയപ്പെട്ടു. എന്നാൽ 1987-ലും 1991-ലും 1996-ലും 2001-ലും 2006-ലും 2011-ലും
തുടരെ 6 തിരഞ്ഞെടുപ്പുകളിൽ ആര്യാട മുഹമ്മദ് നിലമ്പൂരിൻ്റെ ഉറ്റ തോഴനായി നിലനിന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2016 അദ്ദേഹം മാറി നിന്നപ്പോഴാണ് സീറ്റ് ആര്യാടൻ ഷൗക്കത്തിന് നൽകിയത്. ഈ പോരാട്ടങ്ങളൊക്കെ നിലമ്പൂരിൻ്റെ മണ്ണിൻ്റെ ചരിത്രമായി നിലനിൽക്കെ തന്നെയാണ് PV അൻവറിൻ്റെ രാജിയെ തുടർന്ന് ഇപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. ഏറെ നിർണായകമായ ഈ തിരഞ്ഞെടുപ്പിൽ ആര് വാഴും ആര് വീഴും എന്നത് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.